السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹ 119 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. ഇനി 120. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فوسوس إليه الشيطان قال يا آدم هل أدلك على شجرة الخلد وملك لا يبلى فأكلا منها فبدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وعصى آدم ربه فغوى ثم اجتباه ربه فتاب عليه وهدى. ഒന്നുകൂടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فوسوس إليه الشيطان قال يا آدم هل أدلك على شجرة الخلد وملك لا يبلى فأكلا منها فبدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وعصى آدم ربه فغوى ثم اجتباه ربه فتاب عليه وهدى. കഴിഞ്ഞ ഏതാനും ആയത്തുകളായി ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത്. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല മലക്കോട് കൽപ്പിച്ചതും മലക്കുകൾ സുജൂദ് ചെയ്തതും ആ കൽപ്പന ധിക്കരിച്ച ഇബ്ലീസിൻ്റെയുമൊക്കെ ചരിത്രമാണ് മേലെ വിവരിച്ചത്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ താമസിക്കാം, അവിടെ വിശപ്പില്ല, നഗ്നത വെളിവാവുകയില്ല, ദാഹമുണ്ടാവുകയില്ല, വെയിൽ കൊള്ളേണ്ടി വരികയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സ്വർഗത്തിൽ താമസിക്കാം. എന്നാൽ ഈ ഇബ്ലീസ് എൻ്റെ ശത്രുവാണ്, അതിനാൽ ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നത്തി ഫതഷ്ഖ, നിങ്ങൾ രണ്ടുപേരെയും അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാതിരിക്കട്ടെ, അല്ലെ പുറത്താക്കുന്ന പക്ഷം നിങ്ങൾക്കത് നഷ്ടമായി മാറും എന്നുകൂടി അള്ളാഹു പ്രത്യേകമായി നിർദ്ദേശം നൽകി. എന്നാൽ പിശാച് അവിടെ ഇടപെടുകയും അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള വഴികളെ പിശാച്
ശ്രമിക്കുകയും ചെയ്തു. അള്ളാഹു നിശ്ചയിച്ച ഒരു പരീക്ഷണമെന്നോണം പിശാച് അങ്ങനെ ഇടപെട്ടുവെന്നാണ്. അതാണ് ഈ ആയത്തുകൾ. ഫവസ്വസ ഇലൈഹി ശൈത്വാനു ഖാല യാ ആദം ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദ് വമുൽകിൻ ലാ യബ്ലാ. ഫവസ്വസ ഇലൈഹി ശൈത്വാൻ, ശൈത്വാൻ ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വസ്വാസ് ഉണ്ടാക്കി തോന്നിപ്പിച്ചു. വസ്വസ തോന്നിപ്പിച്ചു. അത് വസ്വസ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് വസ്വാസ്. വസ്വസ എന്നതിൻ്റെ മസ്ദറാണ് വസ്വാസ് എന്നത്. വസ്വസ യുവസ്വിസു എന്നാണ് ഫെയില് വരിക. വസ്വസ മാദി യുവസ്വിസു ഫഅദല യുഫഅലിലു എന്ന രൂപത്തിൽ വസ്വസ യുവസ്വിസു വിസ്വാസ് അല്ലെങ്കിൽ വസ്വാസ് എന്നൊക്കെ മസ്ദറായി ഉപയോഗിക്കാം. ഫവസ്വസ ഇലൈഹി ശൈത്വാൻ, അദ്ദേഹത്തിന് പിശാച്ച് തോന്നലുണ്ടാക്കി, ആശയക്കുഴപ്പമുണ്ടാക്കി എന്നൊക്കെ പറയാം. വസ്വസ സാധാരണ ഇങ്ങനെ ഈ കുശുകുശു പറയുക, അതൊക്കെ ഈ വാക്ക് ഉപയോഗിക്കാം. മനുഷ്യന്മാരാണെങ്കിലും കുശുകുശു പറഞ്ഞിങ്ങനെ ഒരാളിങ്ങനെ വെറുതെ ആശയക്കുഴപ്പമുണ്ടാക്കുക, അവനാകെ തസ്വീസാക്കുക, അതിനൊക്കെ ഈ പദമാണ് ഉപയോഗിക്കാറുള്ളത്. വസ്വസ ഫവസ്വസ ഇലൈഹി ശൈത്വാൻ. അതുകൊണ്ടാണ് വസ്വാസുകൾ പൈശാചികമാണെന്ന് പറയുന്നത്. സാധാരണ ചില മനുഷ്യന്മാർക്കുണ്ടാവും വസ്വാസ്, കുളിക്കുമ്പോൾ, വുളൂ ചെയ്യുമ്പോൾ, അലക്കുമ്പോൾ, ഇങ്ങനെ തുടങ്ങി പല രംഗത്തും ആളുകൾക്കൊരു വസ്വാസ് എന്ന് പറയുമല്ലോ, ഒരു തൃപ്തിയാവാത്ത അവസ്ഥ, വീണ്ടും 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 ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ പൈശാചികമാണ്, ശൈത്വാനിയത്താണ് എന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. വസ്വാസു ശൈത്വാൻ എന്ന പേരിൽ പിന്നെ പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ, അതേപോലെ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹുവിനൊക്കെ ഈ വിഷയത്തിൽ പ്രത്യേക കിതാബ് എഴുതിയാണ്. തൽബീസ് ഇബ്ലീസ് എന്ന പേരിൽ ഇബ്നുൽ ജൗസിയുടെ കിതാബുണ്ട്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ ഗ്രന്ഥം എഴുതി തൽബീസ് ഇബ്ലീസ് എന്ന പേരിൽ. ഇബ്ലീസിൻ്റെ തൽബീസുകൾ, തൽബീസ് എന്നത് തന്നെ ലബ്ബസ യുലബ്ബിസു തൽബീസ് എന്നത് വസ്വാസുകൾ, പിശാച്ചുണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങൾ, ഓരോ വിഭാഗം ആളുകളെയും പിശാച്ച് എങ്ങനെയാണ് പിഴപ്പിക്കുക എന്നാണ് ആ കിതാബിൻ്റെ പരാമർശ വിഷയം. പണ്ഡിതന്മാരെങ്ങനെ പിഴപ്പിക്കുക, സാധാരണക്കാരെങ്ങനെ പിഴപ്പിക്കുക, പണക്കാരെങ്ങനെയാണ് പിഴപ്പിക്കുക, നേതാക്കന്മാരെങ്ങനെയാണ് പിഴപ്പിക്കുക, ഇതാണ് ആ കിതാബിൻ്റെ ആശയം തന്നെ. ഓരോ ടൈപ്പ് ആളുകളെ പിശാച്ച് പിഴപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യത്യസ്തമായ വഴികളെ അദ്ദേഹം അതിൽ മുൻഗാമികൾ ഒരുപാട് ഉദ്ധരണികൾ വെച്ചുകൊണ്ട് സ്വഹാബിമാരും താബിഴികളും തമിഴ് താബികളൊക്കെ പറഞ്ഞ ധാരാളം ഉദ്ധരണികൾ, ആയിരക്കണക്കായ ഉദ്ധരണികളെ എടുത്തു വെച്ചുകൊണ്ട് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ വിശദീകരിക്കുന്ന കിതാബാണ് തൽബീസ് ഇബ്ലീസ് എന്ന ഗ്രന്ഥം. അത് ശരീരത്തിൽ കയറും. മനുഷ്യ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം പിശാച് സഞ്ചരിക്കുമെന്ന് ഹദീസുണ്ട്. ആ മനുഷ്യരെ ഉള്ളിൽ തന്നെ കയറിയിട്ട് വസ്വാസ് ഉണ്ടാക്കാനുള്ള സിസ്റ്റം അല്ലാഹു തആല അവന് നൽകിയിട്ടുണ്ട് എന്നർത്ഥം. പുറത്തുനിന്ന് കഴിയില്ല എന്ന് പറയാൻ പറ്റില്ല, പുറത്തുനിന്ന് ഉണ്ടാവുമല്ലോ. ഇപ്പം ഇതിപ്പോൾ പുറത്തുനിന്നല്ലേ. അതിൻ്റെ വിഷയത്തിൽ ഇത് പുറത്ത് വന്നിട്ടാണല്ലോ ഉപദേശിക്കുന്നത്, ഒരു ഗുണകാംക്ഷയുടെ റോളിൽ വന്നുകൊണ്ടാണല്ലോ പറയുന്നത്. അതേപോലെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് എഴുതിയ കിതാബാണ് ഇഗാസത്തുൽ ലഹ്ഫാൻ മിൻ മസാഇലി ശൈത്വാൻ. അതിലൊക്കെ ഒരു പിന്നെ പണ്ഡിതന്മാർക്ക് ചർച്ചകളുണ്ട്. ഇവിടെ ഇപ്പോൾ പിശാച്ച് എങ്ങനെ സ്വർഗത്ത് കയറി, ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യയും സ്വർഗത്തിൽ താമസിക്കുന്നു, ഇബ്ലീസിന് എങ്ങനെയാണ് സ്വർഗത്തിൽ കയറാൻ കഴിഞ്ഞത്? അത് പുറത്താക്കപ്പെട്ടതാണല്ലോ, പിന്നെ കയറാൻ കഴിഞ്ഞുവോ? അപ്പോൾ അതിൽ വ്യക്തമായി ഖുർആനിലോ ഹദീസിലോ അങ്ങനെ ഇന്ന നിലക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാരുടെ ചർച്ചകൾ ഇത്തരം ആയത്തുകളെ തഫ്സീലൊക്കെ ധാരാളമായി വന്നിട്ടുണ്ട്. അത് സ്വർഗത്തിൽ കയറാതെ ഏതെങ്കിലും രൂപത്തിലാണോ ഇതുണ്ടാക്കിയത്? ഇനി അതെല്ലാം അതിനുവേണ്ടി മാത്രം ചില പ്രത്യേകമായ ഏരിയകളിൽ ഇബ്ലീസിന് കയറാൻ അല്ലാഹു തആല അനുവാദം കൊടുത്തതാണോ? സ്വർഗത്തിൽ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി അല്ലാതെ, സ്വർഗത്തിൽ സുഖം അനുഭവിക്കാൻ വേണ്ടി കയറുന്നത് വേറെ, അതല്ലാതെ ഇതിനു വേണ്ടി അല്ലാഹു നിശ്ചയിച്ചു കൊടുത്ത ചില നിയന്ത്രണങ്ങൾ, ചില പരിമിതികൾ, അവിടെയാണ് കയറിയത് എന്നൊക്കെയുള്ള ചർച്ചകൾ കാണുന്നു. അല്ലാഹു നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. ഇല്ല, അടുത്ത് വരണമെന്നില്ല, പദരൂപത്തിലാവാം. അതാണ് ഈ ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു. ഇബ്നുൽ ജൗസിയുടെ തൽബീസ് ഇബ്ലീസിലും ഇബ്നു ഖയ്യിമിൻ്റെ ഇഗാസത്തുൽ ലഹ്ഫാൻ മിൻ മസാഇലി ശൈത്വാൻ. മസാഇലു ശൈത്വാൻ, ശൈത്താൻ്റെ വലക്കണികൾ, അവൻ്റെ പിന്നെ സ്വൈദ്, ആ വലക്കണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ എന്ന നിലക്കാണ് ഇബ്നു ഖയ്യിം എഴുതിയ ഇഗാസത്തുൽ ലഹ്ഫാൻ മിൻ മസാഇലി ശൈത്വാൻ എന്ന ഗ്രന്ഥം. ഇബ്നു ഖയ്യിമിൻ്റെ തന്നെ അൽ ജവാബുൽ കാഫി ലിമൻ സഅല
അനിദ്ദവാ ഇഷാഫി അൽ മുസമ്മാ ബിദ്ദാഇ വദ്ദവാ, അദ്ദാഉ വദ്ദവാ എന്ന പേരിൽ അറിയപ്പെടുന്ന അൽ ജവാബുൽ കാഫി എന്ന ഗ്രന്ഥം, അതിലും തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇത്തരം മേഖലകളെ ധാരാളമായി ചർച്ച ചെയ്യുന്നുണ്ട്. വല്ലാഹു അഅലം. പിന്നെ പൊതുവായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട് ഈ വിഷയത്തിലൊക്കെ. ഏതായിരുന്നാലും അവിടെയൊക്കെ പണ്ഡിതന്മാർ വ്യത്യസ്തമായ ചർച്ചകൾ ഇവൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിർവഹിക്കുന്നത് കാണാൻ കഴിയും. ഉമർ സുലൈമാൻ അഷ്കർ ആധുനിക കാലത്ത് എഴുതിയ ഗ്രന്ഥമുണ്ട്, ആലമുൽ ജിന്നി വശയാത്തീൻ എന്ന പേരിൽ, ജിന്നുകളുടെയും ശൈത്താന്മാരുടെയും ലോകം എന്ന പേരിൽ ഉമർ സുലൈമാൻ അഷ്കർ റഹിമഹുല്ലാഹ് എഴുതിയ ഗ്രന്ഥമുണ്ട്, ആലമുൽ ജിന്നി വശയാത്തീൻ. പിശാചുക്കളുടെയും ശൈത്താന്മാരുടെയും ഒക്കെ, ജിന്നുകളുടെയും ശൈത്താന്മാരുടെയൊക്കെ ലോകത്തെ പറ്റിയുള്ള ഖുർആനിലും ഹദീസിലും വന്ന മുൻഗാമികളെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥമാണ് അത്. അതേപോലെ ആക്കാമുൽ മർജാൻ മിൻ അഹ്കാമിൽ ജാൻ എന്ന പേരിൽ ജിന്നുകളുടെ മൊത്തം ഹുക്കുമുകളെ ചർച്ച ചെയ്ത ഗ്രന്ഥം. ഇങ്ങനെ പല ഗ്രന്ഥങ്ങൾ ഇவ்விഷയമായി വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. വല്ലാഹു അഅലം. ഏതായിരുന്നാലും ഇവിടെ ഫവസ്വസ ഇലൈഹി ശൈത്വാൻ, അപ്പോൾ ശൈത്താൻ അവിടെ വസ്വാസ് ഉണ്ടാക്കി എന്ന് പറയുന്നു. വസ്വാസുകൾ പൊതുവെ പൈശാചികമാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് എന്ന് പറഞ്ഞല്ലോ, മനുഷ്യന്മാരുടെ മനസ്സുകളിൽ ദുർബോധനം നടത്തുന്ന ആ ശർറിൽ നിന്ന് റബ്ബേ എന്നോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് സൂറത്തുൻ നാസിൽ നമ്മളൊക്കെ റബ്ബിനോട് കാവലിനെ തേടിക്കൊണ്ടിരിക്കുന്നു. ഖാല, അങ്ങനെ ആ ശൈത്വാൻ പറഞ്ഞു, യാ ആദമു, അല്ലയോ ആദം, ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദ്, ഹൽ അദുല്ലുക, നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, ഹൽ അദുല്ലുക, ദല്ല യദുല്ലു, ദല്ല അറിയിച്ചു, യദുല്ലു അറിയിക്കും, ഹൽ അദുല്ലുക നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, ദല്ല യദുല്ലു ദല്ലാൾ, ദല്ലാൽ ഈ വാക്കാണ്, വിവാഹ ദല്ലാളൊക്കെ ദല്ലാളല്ല ദല്ലാൽ എന്നാണ്. ദല്ലാൽ അറിയിച്ചു കൊടുക്കുന്നവൻ, ഇങ്ങനെ കേസ് അവിടെ ഉണ്ട്, ഇങ്ങനെ കേസ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അറിയിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദല്ലാൽ എന്ന് പേരുണ്ടായിരിക്കുന്നത്. ദലീലും അതന്നെ, ദലീൽ തെളിവ്, അതും അതാണ്, അറിയിക്കലാണ്. ദലീലും മദലൂലും, ദലീൽ എന്തിനറിയിക്കുന്നുവോ അതിനാണ് മദലൂൽ എന്ന് പറയുക. ഒരു ബോർഡ് വെച്ചു ഇവിടെ, പിന്നെ ദാറുസ്സലാം എന്നൊരു ബോർഡ് വെച്ച് ആരോ മാർക്ക് ഇട്ടു. അപ്പോൾ ആ ബോർഡ് ദലീലാണ്, ഈ പള്ളി അതിൻ്റെ മദലൂലാണ്. ദലീൽ മദലൂലിനെ അറിയിക്കുന്നു, ദലീല് മദലൂലിനെ അറിയിക്കുന്നു. മദലൂലാണ് ആദ്യം ഉണ്ടാവുക, ദലീലാണ് പിന്നെ ഉണ്ടാവുക. ദലീലില്ലെങ്കിലും മദലൂലുണ്ടാവും, ആ ബോർഡില്ലെങ്കിലും പള്ളി ഉണ്ടാവും. ബോർഡുണ്ടായാൽ പള്ളി ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധമില്ല, പള്ളി ആദ്യം ഉണ്ടാകുന്നു, എന്നിട്ടാണ് അതിനെ അറിയിക്കാൻ വേണ്ടിയുള്ള ദലീലുകൾ ഉണ്ടാകുന്നത്. അപ്പം അതും ഇതേ വാക്കാണ്, ദല്ല യദുല്ലു, ദലീല്, അദില്ലത്ത്, മദലൂല്, ദല്ലാല്, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. ഹൽ അദുല്ലുക, ഞാൻ താങ്കളെ അറിയിക്കട്ടെയോ, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, എന്ത്, അലാ ശജറത്തുൽ ഖുൽദ്, അലാ ശജറത്തുൽ ഖുൽദ്, ഒരു ശജറത്തുൽ ഖുൽദിൻ്റെ കാര്യത്തിൽ ഞാൻ അറിയിച്ചു തരട്ടെയോ, ശാശ്വത മരം, അതാണ് വാക്കർത്ഥം. ശജറത്തുൽ ഖുൽദ്, ഖുൽദ് എന്നാൽ നിത്യവാസം, ശാശ്വതമാവുക. നിത്യവാസത്തിൻ്റെ മരത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ആദം നബിയോട് പിശാച് ചോദിക്കുകയാണ്. ഹൽ അദുല്ലുക, ഞാൻ എനിക്ക് അറിയിച്ചു തരട്ടെയോ, അലാ ശജറത്തിൽ ഖുൽദി, നിത്യവാസത്തിൻ്റെ വൃക്ഷത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു തആല എടുത്തു പറഞ്ഞ സംഭവമാണിത്. സൂറത്തുൽ ബഖറയിലും മഅറാഫിലും ഒക്കെ ധാരാളമായി ഈ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പറഞ്ഞതിൻ്റെ ആശയം തന്നെയാണ് ഇവിടെയും. ആ ഇബ്ലീസ് വന്നുകൊണ്ട് നൽകുന്ന ചതി, വഞ്ചനയാണിത്. ശജറത്തുൽ ഖുൽദ് ഞാൻ അറിയിച്ചു തരാം. സൂറത്തുൽ അറാഫ് പറഞ്ഞത് ഫദല്ലാഹുമ ബിഗുറൂർ എന്നാണ്. ദല്ലാഹുമ, അവരെ അറിയിച്ചു, ദല്ലാഹുമ ആദം നബിയെയും ഹവ്വാ ബിബിയെയും അറിയിച്ചു, ബിഗുറൂർ, ഒരു ചതിയെ അറിയിച്ചു എന്നാണ്. ചതിയായിരുന്നു അത് എന്നവിടെ പറയുന്നു. മാത്രമല്ല വഖാസമഹുമ ഇന്നി ലകുമാ മിനൻ നാസിഹീൻ, അവിടെ ശപഥം ചെയ്ത് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷിയാകുന്നു, നിങ്ങളെ നന്മയ്ക്ക് വേണ്ടി പറയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്ത് പറയുകയാണ് ചെയ്തത്. അല്ലാഹു തആല ആദം നബിക്കും ഭാര്യയ്ക്കും സ്വർഗത്തിൽ നിന്ന് യഥേഷ്ടം ഭക്ഷിക്കാൻ അനുവാദം നൽകിയിരുന്നു, ഒരു മരം ഒഴികെ. വലാ തഖറബാ ഹാദിഹി ശജറ എന്ന് പറഞ്ഞിരുന്നു, ഈ മരത്തെ നിങ്ങൾ സമീപിക്കരുത്. അതൊരു പരീക്ഷണമായിരുന്നു, അല്ലാതൊന്നുമല്ല, ഒരു പരീക്ഷണം. അല്ലാഹു തആല മനുഷ്യന്
നിശ്ചയിച്ചൊരു പരീക്ഷണം. ആ പരീക്ഷണത്തിൽ അള്ള വെച്ച ഒന്നാണ് സ്വർഗത്തിൽ നിന്ന് യഥേഷ്ടം ഭക്ഷിക്കാം ഒരു മരം ഒഴികെ. എന്തും കഴിക്കാം. ഫകുലാ മിൻഹാ റഗദൻ, സുഭിക്ഷമായി നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. പക്ഷേ വലാ തഖ്റബാ ഹാദിഹി ശജറ, ഈ മരത്തെക്കൊള്ള നിങ്ങൾ അടുക്കരുത്. അപ്പം ശൈത്താൻ ഇടപെടുകയാണ്. ഈ മരമാണ് ശജറത്തുൽ ഖുൽദ്. ശജറത്തുൽ ഖുൽദ് ഈ മരമാണ്. ഈ മരത്തിൽ നിന്ന് ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ കാലാകാലം സ്വർഗത്തിലായിരിക്കും. അതാ ഖുൽദ് എന്നത്, നിത്യവാസം. അപ്പം നിങ്ങൾ അല്ലാഹ്ക്ക് പറഞ്ഞ് ദുനിയാവിന്ന് പുറത്താക്കാൻ ഉദ്ദേശമുണ്ട്, അതുകൊണ്ടാണ് ഈ മരം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത്. ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകില്ല. ഈ മരത്തിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. ഇത് ശജറത്തുൽ ഖുൽദാണ്. അതാണ് ഹൽ അദുല്ലുക അലാ ശജറത്തുൽ ഖുൽദി. ഹദീസിൽ ചില പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റില്ല, സ്വർഗത്തിൽ ശജറത്തുൽ ഖുൽദ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അത് സ്വഹിയാണോ അല്ലേ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ മുഹദ്ദിസീങ്ങൾക്കിടയിൽ കാണാൻ കഴിയും. സ്വർഗത്തിലുള്ള ചില മരത്തെപ്പറ്റി പറയുമ്പോൾ അവിടെ അതിനെപ്പറ്റി കാണാം. ഇന്ന ഫിൽ ജന്നത്തി ഷജറ യസീറു റാകിബു ഫീ ളില്ലിഹാ മിഅത ആം മാ യഖ്തഉഹാ വഹിയ ശജറത്തുൽ ഖുൽദ്. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം, സ്വർഗത്തിൽ ചില വൃക്ഷങ്ങളുണ്ട്, അതിൻ്റെ തണലിലൂടെ 100 കൊല്ലം ഒരു യാത്രക്കാരൻ സഞ്ചരിച്ചാലും അത് വിട്ടുകടക്കാൻ കഴിയുകയില്ല. 100 കൊല്ലം യാത്ര ചെയ്താലും കഴിഞ്ഞിട്ടില്ലാത്ത അത്രയുമുള്ള തണലുള്ള മരമുണ്ട് സ്വർഗത്തിൽ. വഹിയ ശജറത്തുൽ ഖുൽദി, അതാകുന്നു ശജറത്തുൽ ഖുൽദ് എന്ന് ഇമാം അഹ്മദ് മുസ്തദ് വന്ന ഒരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസ് സ്വഹിയാണെങ്കിൽ ശജറത്തുൽ ഖുൽദി എന്ന മരമുണ്ട്. അത് ഈ മരം തന്നെയാണോ അല്ലാഹു അഅലം, അത് പറയാൻ കഴിയില്ല. മാത്രം ഇത് ഭക്ഷിച്ചപ്പോഴോ ഖാലിദ് ആവല്ല ചെയ്തത്. ആ മരത്തിന് ഭക്ഷിച്ചപ്പോഴുള്ളതും നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ആ മരം ഏതായിരുന്നാലും ശജറത്തുൽ ഖുൽദ് അല്ലാന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ചതി എന്ന് പറഞ്ഞത്. അത് ചതിയായിരുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. ശജറത്തുൽ ഖുൽദ് സ്വർഗത്തിൽ ഉണ്ടെങ്കിൽ പോലും ഇവിടെ അല്ലാഹു വിലക്കിയ മരം അതായിരുന്നില്ല. കാരണം അതിൽ നിന്ന് ഭക്ഷിച്ചു. അങ്ങനെയാണെങ്കിൽ അത് ഭക്ഷിക്കുക വഴി പിന്നെ അതിന് ഒരിക്കലും സ്വർഗത്തിൽ നിന്ന് പുറത്ത് പോകാതൊക്കെയാണ് വേണ്ടത്. പക്ഷെ അതല്ല ഉണ്ടായത്, പുറത്ത് പോരേണ്ടി വരികയാണ് ചെയ്തത്. അതുകൊണ്ട് ശജറത്തുൽ ഖുൽദ് എന്നൊരു മരം ഉണ്ടെങ്കിൽ തന്നെയും ഒന്നുകിൽ അത് ഈ നിശ്ചയിക്കപ്പെട്ട മരമല്ല, അല്ലെങ്കിൽ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ന് താമസിപ്പിച്ചപ്പോൾ ആ വിധി അതിന് ഇല്ല എന്നൊക്കെ ആവാം. അല്ലാഹു അഅലം. ഇമാം ഖുർത്തുബിയൊക്കെ ഒരുപാട് ചർച്ചകൾ വിഷയത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അല്ലാഹു അഅലം. അപ്പോൾ ഹൽ അദുല്ലുക അലാ ശജറത്തുൽ ഖുൽദി, നിത്യവാസത്തിൻ്റെ വൃക്ഷത്തെക്കുറിച്ച് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ. വ മുൽക്കിൻ ലാ യബ്ലാ, വ മുൽക്കിൻ അധികാരത്തിൻ്റെയും, ലാ യബ്ലാ നശിക്കാത്ത, ബലാ യബ്ലാ നശിക്കുക, നുരുമ്പുക എന്നൊക്കെയാണ് നേരെ വാക്കർത്ഥം. ബലാ യബ്ലാ മുൽക്കിൻ അധികാരത്തിൻ്റെയും. എങ്ങനത്തെ അധികാരം? ലാ യബ്ലാ നശിച്ചു പോകാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ഒരു അധികാരം ലഭിക്കും. അതിന് പറ്റുന്ന വൃക്ഷം, ആ വൃക്ഷത്തെക്കുറിച്ച് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ഈ പിശാച് ആദം നബിയോട് ചെന്നു പറയുന്നു. ഖാല യാ ആദമു ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വ മുൽക്കിൻ ലാ യബ്ലാ. അപ്പോൾ ഇവിടെ കേവലം തോന്നിപ്പിക്കലല്ല, ഖാല എന്നാണ്, പറഞ്ഞു. യാ ആദം, അല്ലയോ ആദമേ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്. അതേപോലെ വഖാസമഹുമാ ഇന്നി ലക്കുമാ മിനൻ നാസിഹീൻ, നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ ഗുണകാംക്ഷിയാണ് എന്ന് ശപഥം ചെയ്ത് പറയുന്നു എന്നൊക്കെ വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പഠിപ്പിച്ചു. അപ്പോൾ ഏതെങ്കിലും രൂപത്തിൽ ആയിരിക്കണമെന്നില്ല, അത് നമുക്കറിയില്ല. ചിലപ്പോൾ മറ്റു രൂപം പ്രാപിച്ചു വന്നതാവാം, മനുഷ്യരൂപത്തിലാവാം, അല്ലാത്ത രൂപത്തിലാവാം. എന്താണെങ്കിലും ആദം നബിയുടെ മുമ്പിൽ വന്ന് സംസാരിച്ചുവെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഫഅകലാ മിൻഹാ, അങ്ങനെ ഫഅകലാ അവ രണ്ടുപേരും ഭക്ഷിച്ചു. അക്കല 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 ഭക്ഷിച്ചു, അക്കല രണ്ടുപേരും ഭക്ഷിച്ചു. ഫഅകല അങ്ങനെ ആദം നബിയും ഹവ്വാ ബീവിയും ഭക്ഷിച്ചു. മിൻഹാ ആ മരത്തിൽ നിന്ന്, അതിൽ നിന്ന് രണ്ടുപേരും തിന്നു. ഫബദത് ലഹുമാ സൗആതുഹുമാ, ഫബദത് അപ്പോൾ വെളിവായി, ബദാ വെളിവായി, ബദത് വെളിവായി, ലഹുമാ അവർക്ക് രണ്ടുപേർക്കും വെളിവായി, സൗആതുഹുമാ രണ്ടുപേരുടെയും നഗ്നത, ഔറത്ത് അതോടുകൂടി വെളിവായി.
അപ്പോൾ സ്വർഗത്തിൽ അതുവരെ വസ്ത്രം ആവശ്യമില്ലായിരുന്നു, നഗ്നത കാണൂല. ആ നിൽക്കുന്ന സ്വർഗത്തിലെ സംവിധാനം. ഈ മരം ഭക്ഷിച്ചതോടുകൂടി നഗ്നത വെളിവായി. ഫബദത് ലഹുമാ സൗആതുഹുമാ സൗഅത്ത് അവളും തന്നെ ഒരു അത് മൃതശരീരം നഗ്നശരീരം എന്ന അർത്ഥത്തിലായിരിക്കണം അവിടെ സൗഅത്ത് ഉപയോഗിച്ചത്. സൗഅത്ത് നഗ്നത എന്നാണ് നേരർത്ഥം. അവിടെ തന്നെ പറയാം നഗ്നമായി നിൽക്കുന്നവർക്ക് സൗഅത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൗഅത്തുഹുമാ രണ്ടുപേരുടെയും നഗ്നത അവർക്കതോടുകൂടി വെളിവായി. എന്നർത്ഥം. ആരംഭിച്ചു അല്ലെങ്കിൽ മുന്നോട്ട് വന്നു എന്നൊക്കെയാണ് ത്വഫിഖ എന്ന പദത്തിനർത്ഥം. തുടങ്ങി, ആരംഭിച്ചു, ചെയ്യാൻ തുടങ്ങിയ അർത്ഥം. അവർ യഖ്സിഫാനി ഖസഫ യഖ്സിഫുനാല് ലസഖ ഒട്ടിക്കുക എന്ന ശരിക്കർത്ഥം. ലസഖ ഒട്ടിക്കുക, വല്ലതൊക്കെ എടുത്തിങ്ങനെ മേലൊക്കെ ഒട്ടിച്ചു വെക്കുക, അതിനാണ് ലസിഖ എന്ന പദം. ആ അർത്ഥത്തിലാണ് ഖസഫ എന്ന് ഉപയോഗിക്കുന്നത്. യഖ്സിഫാനി ഖസഫ യഖ്സിഫു യഖ്സിഫാനി യൽസിഖാനി പറയാം, യൽസിഖാനി പറയാം. ഫത്വഫിഖ യഖ്സിഫാനി അവർ പതിക്കാൻ തുടങ്ങി, ഒട്ടിക്കാൻ തുടങ്ങി. അലൈഹിമാ അവർക്ക് മേൽ മിൻ വറഖിൽ ജന്ന സ്വർഗത്തിലെ ഇലകളിൽ നിന്ന് എടുത്തു വെക്കാൻ തുടങ്ങി. നഗ്നത വെളിവായപ്പോൾ ആ സ്വർഗത്തിലെ ഇലകൾ പറിച്ച്, അവിടെ വസ്ത്രം പറയില്ല, ആ ഇലകൾ പറിച്ചുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ നഗ്നത മടച്ചു വെക്കാൻ അവർ ശ്രമിച്ചു എന്നർത്ഥം. ഫത്വഫിഖ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന വഅസാ ആദമു റബ്ബഹു ഫഗവാ. വഅസാ ആദമു ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിര് പ്രവർത്തിച്ചു. അസാ അത്താ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് അസാ. എതിര് പ്രവർത്തിച്ചു, ധിക്കാരം കാണിച്ചു, അനുസരണക്കേട് കാണിച്ചു എന്നൊക്കെ അർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന പദമാണ് അസാ. വഅസാ ആദമു ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരായി ചെയ്തു റബ്ബഹു തൻ്റെ റബ്ബിന്, റബ്ബിൻ്റെ കൽപ്പനയ്ക്ക് എതിരായി പ്രവർത്തിച്ചു. റബ്ബിൻ്റെ കൽപ്പനയാണ് വലാ തഖ്റബാ ഹാദിഹി ഷജറ, അതിനെതിരായി ചെയ്തു എന്നർത്ഥം. ഫഗവാ അതൊരു പിഴവായി, അബദ്ധമായി, വഴികേടിലായി എന്നർത്ഥം. ഇപ്പം അമ്പിയാക്കന്മാരെ കുറിച്ച് ഇത്തരം പദപ്രയോഗങ്ങൾ പറയുമ്പോൾ അവരുടെ സ്ഥാനം, അവിടെ മൻസിബ്, അതിനോട് യോജിക്കുന്ന തരത്തിൽ നമുക്കതിനെ പറയാവൂ. ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പൊതുവെ ഏത് നബിയാണെങ്കിലും അമ്പിയാക്കന്മാരെല്ലാം മഅസൂമികളാണ്, പാപ സുരക്ഷിതരാണ്, തെറ്റുകൾ സംഭവിക്കാത്തവരാണ്. എന്നാൽ ഇത്തരം ചില കാര്യങ്ങൾ ചില പ്രവാചകന്മാരിൽ നിന്ന് സംഭവിച്ചതായും ചിലതൊക്കെ അല്ലാഹു ആക്ഷേപിച്ചതായും അവർ പശ്ചാത്തപിച്ചതായും ഒക്കെ ഖുർആനും ഹദീസും പലപ്പോഴും പ്രയോഗിക്കുന്നുണ്ട്. അത് മറ്റുള്ളവർ ചെയ്താൽ ഒരു പക്ഷെ തെറ്റല്ലാത്ത കാര്യങ്ങൾ അമ്പിയാക്കളുടെ ആ ഒരു മർത്തബയിൽ നിൽക്കുമ്പോൾ അവരത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അധികം വന്നിട്ടുള്ളത്. ചിലത് അബദ്ധങ്ങൾ, ചിലത് മറവികൾ, ചിലതൊരു പക്ഷേ സ്വാഭാവികമായി മാനുഷികമായി സംഭവിച്ച ചില ശ്രദ്ധക്കുറവുകൾ, അതൊക്കെയാണ് അവരുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അല്ല തെറ്റ് എന്നതൊക്കെ അതേക്കുറിച്ച് പറയാവതല്ല. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഈ ആയത്തിൽ പറയുന്നുണ്ട്, ഇത് ഈ ആയത്തോ സമാനമായ ആയത്തുകളോ സമാനമായ ഹദീസുകളോ പറയുമ്പോഴല്ലാതെ ഇതൊരു വിഷയമായി നമ്മളായി എടുത്തിട്ട് പറയാൻ പാടില്ല എന്നാണ്. അതനുസരിച്ച് അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് നമ്മളായിട്ട് പറയാൻ പാടില്ല. ഈ ആയത്തോലി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആയത്തിൽ പറയാം, ഈ ഇത്തരം ഹദീസ് പറയുമ്പോൾ അത് പറയാം എന്നുള്ളതാണ്. മാത്രമല്ല അത് അവിടെ സ്ഥാനം കൂട്ടുകയാണ് ചെയ്തത്. ഇവിടെ സ്ഥാനം കൂട്ടുകയാണ് ചെയ്തത്. അല്ലാഹു തആല പശ്ചാത്തലം സ്വീകരിക്കുന്നു, പുറത്തെടുക്കുന്നു, പ്രത്യേകമായിട്ട് അതിന് സ്ഥാനം നൽകുന്നു. അപ്പം ഇതൊക്കെ അവർക്ക് അല്ലാഹു തആല ഒന്നുകൂടെ മഹത്വം വർദ്ധിപ്പിക്കാനാണ് പലപ്പോഴും കാരണമായി മാറിയിട്ടുള്ളത്. അല്ല അത് അതിൻ്റെ പേരിൽ ഒരു മോശത്തരമായി ഓലെക്കുറിച്ചും അങ്ങനെ ഒരു മോശമായി ചിന്തിക്കാനോ പറയാനോ ഇതൊന്നും ഒരിക്കലും നിമിത്തമാകാൻ പാടില്ല. എന്നാലും അല്ലാഹു പ്രയോഗിച്ച പ്രയോഗം അതാണ്. വഅസാ ആദമു റബ്ബഹു, ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ റബ്ബിനോട് അനുസരണക്കേട് കാണിച്ചു. അഥവാ ഈ പഴം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു, അത് ഭക്ഷിച്ചു. അതാണ് അവിടുത്തെ ഇസ്യാൻ. ഫഗവാ ഗവാ ശരിക്കും നേരർത്ഥം ളല്ല എന്നാണ്. ഗവാ പിഴച്ചു, അതാണ് ഗവാ. ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ പ്രയോഗിച്ചാണ്, നമ്മൾ പലപ്പോഴായിട്ട് പഠിച്ചു പോയ പദവുമാണിത്. ഗവാ
മാ ളല്ല സ്വാഹിബുക്കും വമാ ഗവ എന്നൊക്കെ പറഞ്ഞല്ലോ, ഗവ പിഴച്ചു പോയി. പക്ഷേ അടുത്ത വാക്കുണ്ടില്ലേ, സുമ്മ ജതബാഹു റബ്ബുഹു. സുമ്മ ജതബാഹു, ഇജ്തബാ, ഇസ്തഫ, തെരഞ്ഞെടുത്തു. സുമ്മ ജതബാഹു, അദ്ദേഹത്തെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു. റബ്ബുഹു, അദ്ദേഹത്തിൻ്റെ റബ്ബ്. കണ്ടോ? അപ്പോൾ ഇതിലൂടെ അള്ളാഹ് ഒഴിവാക്കുകയല്ല ചെയ്തത്, അള്ളാഹു സ്ഥാനം കുറയ്ക്കുകയല്ല ചെയ്തത്. നേരെ മറിച്ച് പ്രത്യേകമായ സെലക്ഷൻ ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുകയാണ് ചെയ്തത്. ഫതാബ അലൈഹി, ആദം നബിയുടെ തൗബ അല്ലാഹു തആല സ്വീകരിച്ചു. ഇത് സംഭവിച്ചപ്പോഴേക്ക് ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറ്റബോധമുണ്ടാകുന്നു. റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന പ്രാർത്ഥന അല്ലാഹു ഖുർആനിൽ പരിചയപ്പെടുത്തി. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി, അല്ലാഹു പ്രത്യേകമായ വചനങ്ങൾ ആദം നബിക്ക് നൽകി. അതുപ്രകാരം അദ്ദേഹം പശ്ചാത്തപിച്ചു. ആ തൗബ അല്ലാഹു തആല സ്വീകരിച്ചു. അതാണ് സുമ്മ ജതബാഹു. അപ്പോൾ അവർക്ക് ഇങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു പുറത്തു നൽകി എന്നുള്ള പ്രത്യേകം പറയുന്നുണ്ട്. അവിടുത്തെ അല്ല പറഞ്ഞു തൗബ ചെയ്തു, അള്ളാഹ് തൗബ സ്വീകരിച്ചു, പുറത്തു കൊടുത്തു എന്നൊക്കെ ഇത്തരം സന്ദർഭത്തിലൊക്കെ അള്ളാഹു തആല അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇനി നമ്മൾ പറയാന്നുള്ള പറ്റൂല. അള്ളാഹ് പുറത്തു കൊടുത്തു പറഞ്ഞല്ലോ, ചെയ്തു, അള്ളാഹു തആല അത് പുറത്തു കൊടുത്തു, അത് കഴിഞ്ഞു. ഇനിയും അത് ഇങ്ങനെ അവരെ തെറ്റുകളായി എടുത്തു പറയാവതല്ല എന്നർത്ഥം. സുമ്മ ജതബാഹു, പിന്നീട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. റബ്ബുഹു, അദ്ദേഹത്തെ റബ്ബ്. ഫതാബ അലൈഹി, അങ്ങനെ അദ്ദേഹത്തെ തൗബ അല്ലാഹു തആല സ്വീകരിച്ചു. വഹദാ, നേർമാർഗത്തിലാക്കുകയും ചെയ്തു, ഹിദായത്ത് നൽകുകയും ചെയ്തു. പ്രത്യേകമായ മാർഗദർശനം, ഇനി എന്തു ചെയ്യണം, ഇനി എങ്ങനെ വേണം എന്നെല്ലാമുള്ള വഴിയും അള്ളാഹുവാണ് പറഞ്ഞെടുത്തത്. ഇത് തിന്നതോടുകൂടി ഇനി എന്താ ചെയ്യേണ്ടത്, അതിന് പ്രത്യേകമായ തൗബ ചെയ്യാനുള്ള വചനമടക്കം അള്ളാഹു കൊടുത്തു. മറ്റുള്ള വഴികൾ അല്ലാഹു തആല പറഞ്ഞു കൊടുത്തു. അതാണ് ഫഹദ. അപ്പോൾ അല്ലാഹു തആല പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും പ്രത്യേകമായി ഹിദായത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയും ചെയ്തുവെന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ സംസാരിക്കാവൂ എന്ന് പ്രത്യേകമായി ശ്രദ്ധയിൽ ഉണ്ടാവുക. അല്ലാഹു അഅലം.